ഇനി നമുക്ക് കേരളത്തിലേക്ക് തന്നെ മടങ്ങിയെത്താം. അവിടെ നമുക്കറിയാം ആദ്യ കാലത്ത്, അതായത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ചുമതല ഏറ്റെടുത്ത ആദ്യ കാലത്തൊക്കെ സർക്കാർ ഗവർണർ ബന്ധം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഈയിടെ ഈ താൽക്കാലിക VC നിയമനം, ഒപ്പം തന്നെ ഈ വിഭജന ഭീതി ദിനം ആഘോഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഇവർ തമ്മിലൊരു സ്വരച്ചേർച്ചയില്ലായ്മയാണ്. അപ്പോൾ CPM ഗവർണറോടുള്ള നിലപാട് കൂടി വ്യക്തമാക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനോട് അനുനയത്തിന്റെ പാത വേണ്ട എന്നാണ് CPMന്റെ തീരുമാനം. ഇന്നലെ രാജ്ഭവനിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന അറ്റ് ഹോം പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തിരുന്നില്ല. സ്ഥിരം VCമാരെ നിയമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടും ഇതുവരെ ഗവർണർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിലും സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരും. സിജോ, ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു ഗവർണർ സർക്കാർ. പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ, താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വീകരിക്കുന്ന കടുംപിടുത്തം ഒക്കെ നമുക്കറിയാം ഈ ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ CPM നിലപാട് വ്യക്തമാക്കുകയാണ്. അറ്റ് ഹോം പരിപാടിയിൽ മുഖ്യമന്ത്രിയൊന്നും തലസ്ഥാനത്തുണ്ടായിട്ടും പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് കൃത്യമായി ഇനി അങ്ങോട്ട് സ്വീകരിക്കേണ്ട നിലപാടെന്നുകൂടി വ്യക്തമാക്കുന്നു, അല്ലേ? ജിൽസി, ശരിയാണ്. ഇനി അധികം നല്ല മയപ്പെടുത്തി പോകണ്ട, കുറച്ച് കടിപ്പിച്ച് പോകാം. കാരണം മയപ്പെട്ട് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും ഗവർണർ അതൊരു അവസരമാക്കി എടുക്കുന്നു. ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം, കാര്യങ്ങളൊക്കെ സർക്കാർ പറയുന്നത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞതിന് ശേഷം, പക്ഷേ അത്തരം വാക്കുകളല്ലാതെ ഈ മുഖ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്ന മന്ത്രിമാർക്കോ അതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു ഉറപ്പം കിട്ടുന്നില്ല, നടപടികൾ ഉണ്ടാകുന്നില്ല. ഇനി ഇങ്ങനെ ഒരു ഏർപ്പാടുമായി മുന്നോട്ട് പോകണ്ട, കടുത്ത നടപടികളുമായി തന്നെ, കടുത്ത നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളത് തന്നെയാണ് CPMന്റെ തീരുമാനം. എന്തായാലും ഇന്നലത്തെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാതിരുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം മറ്റു പരിപാടികൾ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എന്നുള്ളതും മുഖ്യമന്ത്രിയുമുണ്ട്, മന്ത്രിമാരുമുണ്ട്. ഈ പരിപാടിയിൽ സർക്കാരിന് പങ്കെടുക്കേണ്ടിയിരുന്നതാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു മന്ത്രിമാരെ വിടാമായിരുന്നു. പക്ഷേ മറ്റു മന്ത്രിമാരും അതിൽ പങ്കെടുത്തിട്ടില്ല. സർക്കാരിനെ പ്രതികരിച്ച് ചീഫ് സെക്രട്ടറി മാത്രമാണ് പങ്കെടുത്തിരിക്കുന്നത്. കൃത്യമായൊരു സന്ദേശം രാജ്ഭവന് കൊടുക്കുകയാണ്. ഞങ്ങൾ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾക്കൊക്കെ പൈസ തരാം, കാരണം അത് നിലകാരിക്കാൻ പറ്റത്തില്ല സർക്കാരിന്. പക്ഷേ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, ഞങ്ങളുടെ വിയോജിപ്പ് ഇതിലൂടെ അറിയിക്കുകയാണെന്നുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പങ്കെടുക്കാതിരിക്കുന്നതിനോട് രാജ്ഭവനോട് ഇതുവരെയും ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഔദ്യോഗികമായി സ്വാഭാവികം അവർക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. അനൌദ്യോഗികമായിട്ടാണെങ്കിലും അത്തരത്തിലുള്ള ഒരു അതൃപ്തി സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. അത്ര കാര്യമാക്കുന്നില്ല എന്നുള്ള നിലപാട് തന്നെയാണ് രാജ്ഭവനുള്ളത്. എന്തായാലും ഇത് ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വിട്ടുവീഴ്ചയ്ക്ക് രാജ്ഭവനും ഗവർണറും തയ്യാറാവുന്നതിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഭാരതാംബ വിഷയത്തിൽ തുടങ്ങിയതാണ്, വലിയ തർക്കവും വിവാദങ്ങളൊക്കെ തുടങ്ങിയതാണ്. അതിനുശേഷം VC നിയമനം വരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ നിലവിൽ കോടതി കയറിയിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്ഭവന് വിട്ടുവീഴ്ച തയ്യാറാവില്ല. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടി ഇത്തരത്തിലുള്ള ഒരു പോരാട്ടം കാണാം. അതിനുശേഷം എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.